ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് റോസുകളെ പരിചയപ്പെടാം എന്നൊരു സെക്ഷനായിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇതുവരെ നമ്മുടെ ഗാർഡനിൽ വരാത്തൊരു സുന്ദരി റോസാണ്. അതായത് ഈ റോസിൻ്റെ പേര് ജൂലിയാസ് കോപ്പർ റോസ് എന്നാണ് കേട്ടോ. ഇപ്പോൾ ജൂലിയാസ് റോസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതല്ലാണ്ട് ഒരു പിങ്കും വൈറ്റും ചേർന്നൊരു കളറൊക്കെ ഉണ്ട്. പക്ഷേ ജൂലിയാസ് കോപ്പർ എന്ന് പറയുന്നത് ഈ ഒരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു റോസിനെ പറ്റി പറയുവാണെങ്കിൽ കൂടുതലും ഒരു ഹിസ്റ്ററി പോലെ പറയാൻ എനിക്കറിയില്ല. അല്ലാതെ നമ്മൾക്ക് ഈ ഗാർഡനിൽ ഈ റോസ് കിട്ടിയത് വെച്ചിട്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ജൂലിയാസ് റോസിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല വലിയ ഇലകളാണ്. ക്ലൈംബ് ചെയ്ത് പോകുന്ന റോസാണ്. പിന്നെ ഇതിൻ്റെ നിറം എന്ന് പറയുമ്പോൾ ഒരു ക്രീം ക്യാരമൽ അല്ലെങ്കിൽ ഒരു കുറച്ച് പീച്ച് കളർ ചേർന്ന് കുറച്ച് യെല്ലോയിഷ് ആയിട്ട് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു കളർ എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷനിലായിട്ട് ഒരു കോപ്പർ കളർ എന്നാണ് ഇത് പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്ലവറിൽ 17 മുതൽ 25 വരെ പെറ്റൽസ് ഉണ്ട്. പിന്നെ അതുപോലെ നല്ല വലിപ്പമുള്ള പെറ്റൽസാണ് കേട്ടോ ഇവർക്കുള്ളത്. പിന്നെ പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു സുഗന്ധം അല്ലേ, ഒരു ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് അറിയാലോ, ചില റോസുകളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രദേശം ഒട്ടാകെ ഒരു പരിമളം പരത്തും എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെയല്ല, പക്ഷേ എങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഒരു നാടൻ സുഗന്ധം ഈ റോസിനുണ്ട് കേട്ടോ. അത് നമ്മൾ ജസ്റ്റ് അടുത്ത് ചെന്നൊന്ന് നോക്കുവാണെങ്കിൽ നല്ലൊരു ഫ്രാഗ്രൻസ് ഈ റോസിനുണ്ട്. പക്ഷേ അത് വിരിഞ്ഞ് ഒരുപാട് ഇങ്ങനെ സുഗന്ധം പരത്തുന്നില്ല. എങ്കിലും ഈ റോസ് നല്ല ഫ്രാഗ്രൻസ് തരുന്നതാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതെ. കാരണം നമ്മളെല്ലാവരും റോസാപ്പൂക്കളൊന്ന് അടുത്ത് ചെന്നിട്ടൊന്ന് മണത്ത് നോക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ തന്നെ എല്ലാ റോസുകൾക്കും ഒരു പ്രത്യേക സുഗന്ധം ഉണ്ടെന്നാണ് അല്ലേ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ സാധാരണ ടീ റോസുകളെ അപേക്ഷിച്ച് ഈ ഒരു ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഒരു പ്രത്യേക സുഗന്ധമുണ്ട് കേട്ടോ. പിന്നെ ഇത് വിരിയുന്ന രീതിയിൽ ഇപ്പോൾ ബഡായിരിക്കുമ്പോഴും ചെറുതായിട്ട് വിരിയുമ്പോഴും എല്ലാം ഓരോ ഭംഗിയാണിത് കാഴ്ചവെക്കുന്നത്. ഒരു പ്രത്യേക ശരിക്കും ഇതൊരു നമുക്കറിയാം ഇങ്ങനത്തെ റോസുകളെല്ലാം പുറം രാജ്യക്കാരാണ്. അവർ നമ്മുടെ നാട്ടിലോട്ട് വരുന്നതാണല്ലേ. ഓരോ രീതിയിൽ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. നമ്മുടെ നാടൻ ബഡ്ഡിങ് രീതിയിലൊക്കെ വന്നാണ് ഇവർ നമുക്ക് ലഭ്യമാകുന്നത്. എങ്കിലും ഒരുപാടൊന്നും ഇല്ല, വളരെ അപൂർവമായിട്ട് ലഭിക്കുന്ന റോസുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നല്ല റെയർ വെറൈറ്റിയുമാണ്, നല്ല റേറ്റും വരുന്ന റോസാ ഇനങ്ങളാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഈ ജൂലിയാസ് റോസ് കാണുമ്പോൾ ഒരു വിദേശിയാണെന്ന് നമുക്ക് റോസ് കണ്ടാൽ തന്നെ അറിയാം. കാരണം മറ്റു റോസുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ കളറ് ആണ് നമ്മുടെ ജൂലിയാസ് റോസിനുള്ളത്. പക്ഷേ പ്ലാന്റ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ഒരു നാടൻ വെറൈറ്റി എന്നൊക്കെ പറയില്ല, അതുപോലെ നല്ല ഒരു പ്രത്യേക ലീവ്സോട് കൂടിയ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇപ്പോൾ ഹൈബ്രിഡ് ടീ വെറൈറ്റി റോസുകൾ എന്നൊക്കെ പറയുമ്പോൾ ഇലകൾക്ക് ഭയങ്കര കട്ടിയും അതുപോലെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അങ്ങനത്തെ റോസിന്. ഇതെന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള ഇലകളാണ്, പക്ഷേ അത്രയും കട്ടി ഈ ഇലകൾക്കില്ല കേട്ടോ. ഇപ്പോൾ ഇൻഗ്രിഡ് ബർഗ്മൻ റോസ് ഒരു ഉദാഹരണം പറയാം. ഇൻഗ്രിഡ് ബർഗ്മൻ റോസ് എടുക്കുമ്പോൾ ഇതിനും കട്ടി കൂടിയ നല്ല ലീവ്സാണ്. അതുപോലെയുള്ള ഒരുപാട് റോസുകളുണ്ട് നല്ല കട്ടിയുള്ള. ജൂലിയാസ് റോസിൻ്റെ അത്രയും കട്ടിയുള്ളതല്ല, ഒരു പ്രത്യേക പച്ചനിറമാണ്. അതുപോലെ തന്നെ വലിപ്പമുണ്ട് ഇലകൾക്ക്. ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ ഇവർക്ക് സപ്പോർട്ട് വേണം. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റിക്ക് വെച്ച് കുത്തി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്നാൽ അതിൽ നല്ല ബലമായിട്ട് വളർന്നു പോകുന്ന ബ്രാഞ്ചസും ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സ്റ്റിക്കിൻ്റെ സഹായത്തോടെ നിൽക്കുന്ന, അതായത് ക്ലൈംബ് ചെയ്ത് മുകളിലോട്ട് പോകുന്ന ഒരു റോസാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റിക്കിൻ്റെ ഒരു സഹായവും വേണം. എന്നാൽ അതിൽ തന്നെ നല്ല കട്ടി വലിപ്പത്തിലൊക്കെ പോകുന്ന ബ്രാഞ്ചസും ഉണ്ട് കേട്ടോ. നമുക്കറിയാം ഫോറിൻ കൺട്രീസിലൊക്കെയാണ് റോസുകളൊക്കെ ഒരുപാട് ഇങ്ങനെ, ഇപ്പം നമ്മുടെ വഴിയരികിലൊക്കെ ഈ ഒരു പച്ച പിടിച്ച് കിടക്കുന്ന പോലെയാണ് ഫോറിൻ കൺട്രീസിലൊക്കെ വഴിയരികിൽ ഈ റോസ് വലിയ ഇതായിട്ട് നിൽക്കുന്നത് അല്ലേ, വലിയ പ്ലാന്റായിട്ടൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ജൂലിയാസ് റോസ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഓരോ
രാജ്യങ്ങളിലൊക്കെ അവരുടെ ഒരു അരികത്തൊക്കെ ആയിട്ട്, വീടിൻ്റെ അരികത്തൊക്കെ ആയിട്ടും റോഡ് സൈഡിലൊക്കെ ആയിട്ടൊക്കെ പിടിപ്പിച്ച് നിർത്തിയേക്കുന്നത് കാണാം. വളരെ മനോഹരമായിട്ട് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പോകുന്ന പ്ലാന്റാണിത്. നിങ്ങൾക്ക് അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. ഈ ജൂലിയാസ് റോസ് നിൽക്കുന്ന ഒരു ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത്ര മനോഹരമായിട്ടുള്ള റോസാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഇങ്ങനെയുള്ള റോസുകളൊക്കെ വരുന്നത് വളരെ അപൂർവമാണ്. നിങ്ങൾക്ക് പ്ലാന്റ് കണ്ടാൽ തന്നെ അറിയാം, നല്ല നാടൻ ബഡ്ഡിങ്ങിൽ വന്നിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും ഈ റോസ് സെയിലിനുണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ സെയിലിനായിട്ട് ഇല്ലാട്ടോ. ഈ റോസ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന്, നമ്മുടെ ഗാർഡനിൽ എത്തിയ റോസാണ്, നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ഒത്തിരി റോസുകൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ കൊണ്ടുവരാറുണ്ട്. ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് കിട്ടുന്ന റെയർ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ചോദിക്കുന്നത് ഇങ്ങനത്തെ റോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കുന്നതിൻ്റെ ചെറിയ തൈകൾ കൊണ്ടുവരാൻ പാടില്ലേ, ഞങ്ങൾക്കും കൂടി വാങ്ങുന്ന രീതിയിൽ കൊണ്ടുവരാൻ പാടില്ലേ എന്നാണ്. പക്ഷെ കിട്ടാറില്ല. നമുക്ക് ഇങ്ങനത്തെ റോസുകളൊക്കെ, ഇതൊക്കെ പ്ലാന്റ് റോസാണ്, അതായത് വലിയ ചട്ടികളിലൊക്കെ ആക്കി വളർത്തി നിർത്തുന്ന വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ചെറിയ രീതിയിലുള്ളതൊന്നും നമുക്ക് വരാറില്ല. ചെറിയ പ്ലാന്റ്സ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും സെയിലിടും. പക്ഷേ എനിക്കറിയാം ഇങ്ങനെയുള്ള റോസുകളൊന്നും ചെറിയ പ്ലാന്റ്സ് വരാറില്ല കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി റോസുകൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ വലിയ മദർ പ്ലാന്റ്സൊക്കെയാണ്, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുറഞ്ഞ തൈകൾ വരുവാണെങ്കിൽ അതും സെയിലിനായിട്ട് ഇടുന്നതാണ് കേട്ടോ.